പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ മാധ്യമപ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചതിൽ വ്യാപക പ്രതിഷേധം. മാധ്യമം ദിനപത്രം സ്റ്റാഫ് റിപ്പോർട്ടറും മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയുമായ KPM റിയാസിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം തിരൂർ CI TP ഫർഷാദാണ് ലാത്തികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. മാധ്യമം മലപ്പുറം ബ്യൂറോ സ്റ്റാഫ് റിപ്പോർട്ടറും മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയുമായ KPM റിയാസിന് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റു. പുതുപ്പള്ളി കനാൽപ്പാലം പള്ളിക്ക് സമീപം തിരൂർ CI TP ഫർസാദാണ് ലാത്തികൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 4:45ഓടെയാണ് സംഭവമുണ്ടായത്. റിയാസിനൊപ്പം ഉണ്ടായിരുന്ന കലിനാട്ടിൽ മുഹമ്മദ് അൻവറിനും മർദ്ദനമേറ്റു. റിയാസ് നാടായ പുറത്തൂർ പുതുപ്പള്ളിയിൽ വീടിന് തൊട്ടടുത്ത കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു. ഇതിനിടയിലാണ് പോലീസ് അതിക്രമമുണ്ടായത്. കടയിൽ ആളുള്ളതിനാൽ തൊട്ടടുത്തുള്ള കസേരയിൽ ഒഴിഞ്ഞുമാറിയിരിക്കുകയായിരുന്നു റിയാസ്. ഈ സമയം ഇവിടെ എത്തിയ പോലീസ് സംഘം വാഹനം നിർത്തി കടയിലേക്ക് കയറുകയും CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് റിയാസിനെ അടിക്കുകയുമായിരുന്നു. മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞപ്പോൾ നീ ഏത് മറ്റവൻ ആയാലും വേണ്ടിയില്ല, ഞാൻ CI ഫർസാദാണ്, ആരോടെങ്കിലും ചെന്ന് പറ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചായിരുന്നു മർദ്ദനം. കയ്യിലും തൊഴിലുമായി ലാത്തികൊണ്ടടിയേറ്റ മുറിവുകളുണ്ട്. പോലീസ് മർദ്ദിക്കുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പരിക്കേറ്റ റിയാസ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കൈക്കും കാലിലും തോളിലൊക്കെ ആയിട്ടൊരു 10ലധികം തവണ അവരടിച്ചിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ഫോണ് പിടിച്ച് വാങ്ങി സാറ് പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പിന്നെ ഞാനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്, എന്തിനാണ് എൻ്റെ ഫോണ് പിടിച്ചുകൊണ്ടത്, ഞാൻ മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയാണ്, സാറിന് എന്നെ പരിചയമുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നീ അത് ആദ്യം പറഞ്ഞില്ല? ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ള സാവകാശം സാറ് തരുന്നില്ലല്ലോ, സാറ് വന്നിട്ട് വിരലും അടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സമയത്ത് സാറിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു പറഞ്ഞു. അങ്ങനെ ഫോണ് തിരിച്ചു വന്ന് പിന്നെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ മാസ്ക് ഇട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മാസ്ക് ഇടാതെ ഒരിക്കലും കടയിലേക്ക് പോകുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം പ്രത്യേകിച്ച് ഈ കോവിഡ് ഇത്രയും രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആരും മാസ്ക് ഇടാതെ അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാതെ ഒന്നും നടക്കുന്ന ആളുമല്ല. പിന്നെ ഞാൻ തണ്ട് കാണിച്ചു എന്നുള്ള തരത്തിലൊക്കെ പോലീസ് പറഞ്ഞു. ഞാനങ്ങനെ ഒരു തണ്ട് കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല. സാറിൻ്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് എന്നെ തല്ലരുത്, ഞാനൊരു മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ മറ്റേ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സംഭവത്തിൽ KWJ ജില്ലാ കമ്മിറ്റി പോലീസ് മേധാവിക്ക് പരാതി നൽകി. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PKM ബിജുവിനെ ചുമതലപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ K ഗോപാലകൃഷ്ണൻ അറിയിച്ചു. റിയാസുമായി ഫോണിൽ സംസാരിച്ച കളക്ടർ വിഷയം ഗൗരവമുള്ളതാണെന്നും നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. മലബാർ ന്യൂസ്, തിരൂർ.